Hello, good morning. Good morning. Good morning. മാം ജോയിൻ ചെയ്തിട്ടില്ലേ? ശാലിനി മാം. ഓപ്പോയാണോ? ഓപ്പോ അതെ അതെ ഉണ്ട് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം മാം. സ്റ്റാർട്ട് ചെയ്യാം. Good morning, everyone. Good morning. 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 ഒരു സെക്കൻഡ്. Okay. Happy morning. Have a nice day to all. എല്ലാവരും ഉറക്കക്ഷീണത്തിലാണോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ദ പവർ ഓഫ് വേർഡ്സ് എന്നുള്ള വിഷയത്തിലാണ് കേട്ടോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു നോളജ് ഷെയറിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡാറ്റ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ് കേൾക്കുന്നത് പോലെ എന്നുള്ളതിനേക്കാളും നമ്മളൊരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേയിൽ പോകുമ്പോഴാണ്, അല്ലെ, കോൺവെർസേഷൻ മോഡലിൽ പോകുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ ടോപ്പിക് ദ പവർ ഓഫ് വേർഡ്സ് ആണ്. വാക്കിന്റെ ശക്തി. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാല്ലേ, വാക്കിന്റെ ശക്തി. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അത് എത്രത്തോളം പവർ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ആളുകൾക്കും അറിയാം. പക്ഷെ മിക്കവരും അത് ഡീപ്പായിട്ട് ചിന്തിക്കാറില്ല എന്നുള്ളതാണ്, അല്ലെ. നമ്മള് ദിവസം ഇങ്ങനെ ഒരുപാട് നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലെ. ഒരു 3500 വേർഡ്സ് വരെ നമ്മൾ ഡെയിലി പറയുന്നുണ്ടെന്നാണ് സയൻസ് ഒക്കെ പറയുന്നത്. അതിൽ കൂടുതലാണെങ്കിലും നമ്മൾ സംസാരിക്കാറുണ്ട് ഡെയിലി. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ട്രെയിനേഴ്സ്, അതല്ലെങ്കിൽ കോച്ച്, അതല്ലെങ്കിൽ മെന്റേഴ്സ്, ഈ രീതിയിൽ ഈ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഡെയിലി നമ്മൾ വളരെയധികം സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോ നമ്മള് പറയുന്നതിനെ കുറിച്ച് മെജോറിറ്റി ഓഫ് ആളുകളും ബോധേഡ് അല്ല എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. നമ്മുടെ വാക്കുകളാണ്, അതിൻ്റെ എഫക്റ്റാണ് ഓരോ ദിവസവും നമ്മളെയൊക്കെ വളർത്തുകയോ അല്ലെങ്കിൽ തളർത്തുകയോ ഒക്കെ ചെയ്യുന്നത്. ഇതാണ് ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ കുറിച്ച് മെജോറിറ്റി ഓഫ് ആളുകളും ബോധേഡ് അല്ല. അതായത് അവനവൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ, അവനവൻ പറയുന്ന വാക്കുകൾ എന്താണോ, ഇതിനെ കുറിച്ചൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് ബോധേഡ് ആവാറില്ല. ഈവൻ നമ്മുടെ നമ്മളൊരു ലൂസ് ടോക്ക് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു തമാശ പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പിന്നെ 2-3 ആളുകൾ സംസാരിക്കുന്ന സമയത്തൊന്നും ശരിയാണ് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ബോധേഡ് ആവാറില്ല. പക്ഷേ ശരിക്ക് പറഞ്ഞാല് നമ്മളെ,
അതായത് ഇപ്പോ ശാലിനി എന്താണോ പറയുന്നത് അതാണ് ശാലിനിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, ശാലിനിയെ സ്ട്രക്ചറിങ് ചെയ്യുന്നത്, ശാലിനിയെ ഷേപ്പ് ചെയ്യുന്നത്. അതുപോലെ സൃജന മാം എന്താണോ പറയുന്നത് അതിന്റെ എഫക്റ്റ് ആണ് സജന മാമിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, സജന മാമിനെ രൂപപ്പെടുത്തുന്നത്, ഷേപ്പ് ചെയ്യുന്നത്. അപ്പോ പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് ഇതാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും സ്ട്രക്ചറിങ് ചെയ്യുന്നതില് നമ്മൾ പറയുന്ന വാക്കുകൾക്കൊരു വലിയ പങ്കുണ്ട്. ഉണ്ടല്ലോ, മോഹൻലാലാണെന്ന് തോന്നുന്നു അല്ലെ, ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നില്ല, കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ പറഞ്ഞു പോയത് എന്താണോ അത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഈവൻ നമ്മൾ കുറെ ആളുകൾ അങ്ങനെ പറയും അല്ലെ, ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു. നമ്മള് തമാശക്കൊക്കെ പറയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ വല്ല വാസ്തവവും ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു എന്ന് പറയുമ്പോ അത് കഴിയുന്ന കാര്യമാണോ? അത് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളതാ. വെറുതെ നമ്മൾക്ക് പറഞ്ഞങ്ങ് പോവാം എന്നല്ലാണ്ട് നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത്. സോ വേർഡ്സ് ആർ എനർജി എന്നുള്ളതാണ്. വേർഡ്സ് എന്ന് പറയുന്നത്, വാക്കെന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അതെവിടെയാണ് കീപ്പ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ സോളിനുള്ളിൽ, നമ്മുടെ ആത്മാവിനുള്ളിൽ ഇത് കീപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മുടെ ആത്മാവിൽ നിന്നും പുറത്തു വരുന്ന എനർജി, ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർഡ്സ്. ഓരോ വാക്കിനും അതിൻ്റെതായ റിസൾട്ട്സിനെ ഒക്കെ തന്നെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ പോലെ ഇതില് നമ്മള് രണ്ട് ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്, നമുക്കറിയാം അല്ലെ, പോസിറ്റീവ്, നെഗറ്റീവ്. നമ്മൾ എപ്പോഴും, ഈവൻ നമ്മളെ പോലുള്ള ആളുകളല്ലേ, ട്രെയിനേഴ്സ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോച്ച് അല്ലെങ്കിൽ മെന്റേഴ്സോ മൈൻഡ് ട്യൂണേഴ്സോ ഇവരെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ അറിവുള്ള എല്ലാ ആളുകളും എപ്പോഴും അവരുടെ ക്ലാസ്സുകളിലോ അവരുടെ സെഷൻസിലോ അല്ലെങ്കിൽ എവിടെ തന്നെ ആയാലും നമ്മൾ എപ്പോഴും ായിരിക്കുവാണോ? കേൾക്കുന്നില്ല. അതെ കേൾക്കുന്നില്ല. ഞാൻ വിചാരിച്ച എന്റെ പ്രശ്നമായിരിക്കും വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? ബ്രേക്ക് ആവുന്നുണ്ട്. പിന്നെ മാമിന്റെ വീഡിയോ ക്ലിയർ അല്ല. മ്യൂട്ടാണ് മാം. സോറി ഒരു നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. സോറി. കുഴപ്പമില്ലല്ലോ, കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നേരത്തെ തീരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല വീഡിയോ, പിന്നെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ആണോ? ഇപ്പോഴോ? കുഴപ്പമില്ല. ആക്ച്വലി ആദ്യത്തെ വൈഫൈ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ലിറ്റിൽ ഹയർ. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണ് മാം. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല? ശരിക്കും കേട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്റെ ഇവിടത്തെ ഇന്നലെ തൊട്ട് എനിക്ക് ഇങ്ങനെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടത്തെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വേർഡ്സ് ആർ എനർജി. ഈ എനർജി കീപ്പ് ചെയ്യുന്നത് നമ്മുടെ സോളിനുള്ളിലാണ്.
ഇത് നമ്മുടെ ആത്മാവിനുള്ളിൽ കീപ്പ് ചെയ്യപ്പെടുന്ന നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ആക്ഷൻ അനുസരിച്ച് പുറത്തു വരുന്ന എനർജി, ടൈപ്പ് ഓഫ് എനർജീസ് ആണ്. സോ ഓരോ വേർഡും ഓരോ ടൈപ്പ് ഓഫ് എനർജിയെ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ നമ്മൾ പറയുന്നത് എന്തോ അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബ്രേക്ക് ആയെങ്കിൽ ഐ എം സോറി. അതെ, ക്ലിയർ ആണേ. സോ നമ്മൾ പറയുന്ന പോസിറ്റീവ് വേർഡ്സ് ക്രിയേറ്റ് പോസിറ്റീവ് റിയാലിറ്റി. അതായത് പോസിറ്റീവായ വേർഡ്സ് ആണ് പോസിറ്റീവായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ സംഭവിപ്പിക്കുന്നത്. അതായത് ഓരോ ഇൻസിഡൻസിനെ സംഭവിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് വേർഡ്സ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് വേർഡ്സിലും അതിന്റെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ബ്ലോക്ക് യുവർ ഗ്രോത്ത് ജേർണി, അതല്ലെങ്കിൽ ബ്ലോക്ക് യുവർ പ്രോഗ്രസ്, ബ്ലോക്ക് യുവർ സക്സസ്, ബ്ലോക്ക് യുവർ അബണ്ടൻസ്, ബ്ലോക്ക് യുവർ വിക്ടറി. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്കുണ്ടാകുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള അതല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നമ്മുടെ ഗ്രോത്തിനെ, ഏത് ജേർണി ഓഫ് ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് നെഗറ്റീവ് വേർഡ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് വേർഡ്സ് ക്രിയേറ്റ് പോസിറ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പോസിറ്റീവായിട്ട് എന്താണോ പറയുന്നത്, അതായത് ഐ ക്യാൻ ഡു എനിത്തിങ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഐ ക്യാൻ ഡു എനിത്തിങ്, അല്ലെങ്കിൽ ഐ ക്യാൻ അച്ചീവ് എവ്രിതിങ്, ഐ എം വർത്തി, ഐ എം കോൺഫിഡൻറ്റ്. നമ്മൾ പറയുന്നില്ല അഫർമേഷൻസ് അല്ലെ, സ്വിച്ച് വേർഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മെഡിറ്റേഷനിൽ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ പറയുന്നതാണെങ്കിൽ പോലും, നിങ്ങൾ ഒരാളുടെ ഒരു ഫോഴ്സ്ഫുള്ളി, അതായത് ഒരാൾ നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്നതായാലും, നിങ്ങൾ പറയുമ്പോൾ ഈ വോയിസസ്, നമ്മുടെ സൗണ്ട്, അതായത് വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി സൗണ്ട്, ഇറ്റ്സ് എ വൈബ്രേഷൻ. അതൊരു വൈബ്രേഷൻ ആണ്, ഒരു തരംഗമാണ്. പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു സൊല്യൂഷൻ മോഡിലാണ് പ്രവർത്തിക്കുക. എന്താണ് സൊല്യൂഷൻ മോഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ദേഷ്യമില്ല, നമുക്ക് ട്രിഗറിങ് ആയിട്ടുള്ള ഇമോഷൻസ് ഇല്ല, നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മാറുന്നു. അതാണ് പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് ഒരു സൊല്യൂഷൻ മോഡിൽ പ്രവർത്തിക്കും. അപ്പൊ ആ സമയത്ത് എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ഉയരും. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇതൊക്കെ മെഡിറ്റേഷൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞാനത് എഗെയിൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫ് ഗ്രോത്തിന് ഇതൊക്കെ നീഡാണ്. നമ്മളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഒരു സക്സസ് പോയിന്റ് റീച്ച് ചെയ്യേണ്ട ആളുകളാണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഉയരും, നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു സൊല്യൂഷൻ മോഡൽ വരും. നമ്മൾ എല്ലാത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സമയം. സോ ആ സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി ഉയർന്ന് യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെന്റിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നത്, സംഭവിക്കുന്നത്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ നമ്മൾ പറയില്ലേ, ഇത് സംഭവിക്കുന്നത് ആ ഒരു ടൈം ഓഫ് അഡ്വാൻറ്റേജിലാണ്. അപ്പോ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്തോ, ഫോഴ്സ്ഫുള്ളി ആവട്ടെ, നമ്മുടെ ഇഷ്ടത്തിനാവട്ടെ, നമ്മൾ ആഗ്രഹിച്ചിട്ടാവട്ടെ, എല്ലാത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റിൽ മാറ്റം സംഭവിക്കുന്നു, നമ്മുടെ ഫ്രീക്വൻസിയിൽ മാറ്റം സംഭവിക്കുന്നു. അത് അപ്ലിഫ്റ്റ് ചെയ്യാൻ. സോ അപ്പോഴാണ് നല്ല കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഒരു വൈബ്രേഷൻ ആയതുകൊണ്ട് അത് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സോ അതാണ് പോസിറ്റീവായിട്ട് സംസാരിക്കണമെന്നും ചിന്തിക്കണമെന്നും ഒക്കെ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നതും എല്ലാം ആ ഒരു കാര്യം അതിന്റെ പിന്നിൽ ബിഹൈൻഡ് ദ റീസൺ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ പോലെ എനർജി മാറും. എനർജി, അതായത് പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എനർജി ഏതാണ്? പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇതുപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്?
നമ്മൾ എന്താ നെഗറ്റീവായിട്ട് പറയുന്നത്? എനിക്കിത് കഴിയില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്കിത് നേടാൻ കഴിയുമോ, എനിക്ക് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അപ്പൊ ഈ പറയുന്ന സമയത്ത് എന്താണെന്ന് അറിയാം, സ്റ്റോപ്പ് എന്നുള്ള ഒരു കമാൻഡ് പോലെയാണ് ഈ നെഗറ്റീവ് വേർഡ്സ് നമ്മളെ അഫക്ട് ചെയ്യുന്നത്. നമ്മളെ കമാൻഡ് ചെയ്യാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇറ്റ്സ് ഡസൻ ജോക്ക്, ഇറ്റ്സ് ഒബേ ടു യുവർ വേർഡ്സ് എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ അത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അത് കൊണ്ടുവരുന്നത്? നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. എനിക്ക് കഴിയില്ല, എനിക്കിത് കിട്ടില്ല, എനിക്ക് പണം വരില്ല. സോ എന്ത് പറയുക, നമ്മൾ ഗ്രോത്തിനനുസരിച്ച കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെ? എപ്പോഴും അത് ശ്രദ്ധിക്കുക. വേർഡ്സ് ആർ എനർജി എന്നുള്ളതാ. വേർഡ്സ് വൈബ്രേഷൻസ് ആണ്. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, ചിന്തിക്കുക. മെനി പീപ്പിൾ സ്പീക്ക് ബിഫോർ ദേ തിങ്ക്. അവർ ചിന്തിക്കുന്നതിന് മുന്നേ പല ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ പല ആളുകളും സംസാരിക്കുന്നത് ബിഫോർ ദേ തിങ്ക്, അവർ ചിന്തിക്കുന്നതിന് മുമ്പാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു കാര്യം ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ വളർത്താനും തളർത്താനും അത് ഉപകരിക്കും, അല്ലെ? നമ്മൾക്ക് വേണ്ടത് എന്താ? അപ്ലിഫ്റ്റ് ആണ്. നമ്മൾക്ക് അപ്ലിഫ്റ്റ് ആണ് വേണ്ടത്, ഗ്രോത്ത് ആണ് വേണ്ടത്, സക്സസ് ആണ് വേണ്ടത്. നമുക്ക് ഡൗണിറ്റി ആണോ വേണ്ടത്? ശരിക്കും സ്പീക്ക് ടു ഹീൽ. നമ്മളെങ്ങനെ സംസാരിക്കണം? സ്പീക്ക് ടു ഹീൽ. നമ്മൾ ഹീൽ ചെയ്യും, നമ്മൾ സുഖപ്പെടുത്തും, നമ്മൾ അങ്ങനെ സംസാരിക്കാവൂ. ലോകത്തിന് ഒരുപാട് പെയിൻ പോയിന്റ്സ് ഉണ്ടല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു പെയിൻ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഹീൽ ചെയ്യാണ്. നമ്മൾ വാക്കുകളും ഉണ്ട്. നമ്മൾ ഈവൻ ട്രെയിനേഴ്സ് അതല്ലേ ചെയ്യുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യാണ്, സുഖപ്പെടുത്തുകയാണ്, വേദന കുറയ്ക്കുകയാണ്, വേദന ശമിപ്പിക്കുകയാണ്. നമ്മൾ പെയിൻ കൊടുക്കാറില്ല, അല്ലെ? നമ്മൾ ഡിസ്ട്രോയ് കൊടുക്കില്ല. സ്പീക്ക് ടു ഹീൽ, നോട്ട് ഡിസ്ട്രോയ്. നമ്മൾ നശിപ്പിക്കാനല്ല, നമ്മൾ കൊടുക്കുന്നത് ഹീൽ ചെയ്യാനാണ്, സുഖപ്പെടുത്തുകയാണ്. ലോകത്തിലെ ഒരു പെയിൻ പോയിന്റിനെങ്കിലും നമ്മൾ ഹീലിംഗ് കൊടുക്കുകയാണ്. സോ നമ്മുടെ വേർഡ്സ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ വേർഡ്സ് ആർ എനർജി, അല്ലെ? അപ്പൊ മിക്ക ആളുകളും സംസാരിച്ചതിന് ശേഷം ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളാണ്. പക്ഷെ അത് വളരെ തെറ്റാണ്. ഈവൻ നമ്മളെങ്കിലും അത് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ നോളജ് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ പെരുമാറുമ്പോഴേ നമുക്ക് അതിന് കഴിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഐ നോ ദ വാല്യൂ ഓഫ് വേർഡ്സ് എന്നുള്ളതാണ്. എനിക്ക് ഞാൻ പറയുന്ന വാക്കുകളുടെ വാല്യൂ ആണ്, അല്ലെ? മിക്ക ആളുകളും അങ്ങനെ ചെയ്യുമ്പോഴും ഈവൻ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിലും വാക്കുകളുടെ വാല്യൂ എന്താണ്, അതിന്റെ അത് ക്യാരി ചെയ്യുന്ന എനർജി എന്താണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഐ വിൽ ചൂസ് പവർഫുൾ വേർഡ്സ്. അതായത് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് വേർഡ്സ് ആണ്. അതായത് ഐ ഓൾവേസ് ട്രൈ ടു യൂസ് പോസിറ്റീവ് വേർഡ്സ് വെറെവർ ഐ ഗോ. അതായത് നമ്മൾ എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക. നമ്മളെ തന്നെയും അത് വളർത്തും. നമ്മൾ ഒരാളോട് പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അത് നമ്മളെ പേഴ്സണലി വളർത്തുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഫൈസൽ സാർ വിൻവെളിൽ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യാണ്, നമ്മൾ നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേ നോളജ് നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് നമ്മളിൽ സംഭവിക്കുകയാണ്. നിങ്ങൾ പെയിൻ ആണോ കൊടുക്കുന്നത്? നിങ്ങളിൽ പെയിൻ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഡാമേജ് ആണോ കൊടുക്കുന്നത്? നിങ്ങൾ ഡിസ്ട്രോയ് ആണോ ചെയ്യുന്നത്? നിങ്ങളിൽ ഓൾറെഡി അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമ്മളിൽ സംഭവിക്കുമെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിൽ ഈ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കില്ലേ? നമ്മൾക്ക് വേണ്ടത് അതല്ലേ? നമ്മുടെ ഒരു ഫോക്കസ് എന്തിലേക്കാണ്? നമ്മുടെ വേൾഡിന് നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് പോവുക എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ഒരു സിഗ്നേച്ചർ വേൾഡിന് കൊടുത്തു പോവുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ജനിച്ചു ഒരു ദിവസം മരിച്ചു, അങ്ങനെയല്ലല്ലോ നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുക, അവരുടെ സന്തോഷങ്ങളിൽ ജീവിക്കുക, നമ്മുടെ സിഗ്നേച്ചർ എവിടെ ഉണ്ടാവുക. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊക്കെ ഒരു സക്സസ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഒരു സക്സസ് ഉണ്ടല്ലോ. ആ ഒരു സക്സസ് പോയിന്റിൽ നമുക്ക് എത്തേണ്ടതല്ലേ, അല്ലെ? When your heart is peaceful, when your words becomes medicine എന്നുള്ളതാണ്. നമുക്കറിയാം സ്പീക്കിംഗ് തെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? സംസാരിച്ചുകൊണ്ട് ഹീൽ ചെയ്യുക.
അതായത് വെൻ യുവർ ഹാർട്ട് ഇസ് പീസ്ഫുൾ, നമ്മൾ സമാധാനപൂർണമാണെങ്കിൽ, നമ്മുടെ ഹൃദയം സന്തോഷത്തിലാണെങ്കിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഔഷധം പോലെ, മരുന്ന് പോലെ, മെഡിസിൻ പോലെ അല്ലെ? വേർഡ്സ് ബിക്കംസ് മെഡിസിൻ. അങ്ങനെ പ്രവർത്തിക്കും. അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ വരുന്നത് ആശ്വാസമാണ്, സാന്ത്വനമാണ് അല്ലെ? പെയിൻ പോയിന്റ് റിലീഫാണ്. എന്നാലോ വെൻ യുവർ സോൾ ഇസ് പ്യൂർ, നമ്മുടെ ആത്മാവ് പ്യുവർ ആണെങ്കിൽ നമ്മുടെ വാക്കുകൾ എന്തായി മാറും? പ്രയർ, പ്രാർത്ഥനയായിട്ടത് മാറും അല്ലെ? അപ്പോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ വേൾഡ് നീഡ് എന്നുള്ളതാണ്. വോയിസസ് ദാറ്റ് അപ്ലിഫ്റ്റ് നോട്ട് ഡിസ്ട്രോയ്. അപ്പോ ലോകത്തിന് ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ അതിലൂടെ നമ്മളെ തന്നെയും അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത്. ലോകം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ഇൻസിഡൻസും ഉണ്ടാവും അല്ലെ? നമ്മൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുകളും ഉണ്ട് അല്ലെ? ചിലരൊക്കെ തകർന്നു പോകുന്നുണ്ടാവാം, നമുക്കത് അറിയില്ല. സോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു അല്ലെ? അതായത് ബിഫോർ യു സ്പീക്ക് ആസ്ക് യുവർ സെൽഫ്. നമ്മളൊരു കാര്യം പറയാൻ പോവുകയാണ്, ആസ്ക് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മൾ നമ്മളോട് ചോദിക്കണം, വിൽ ദിസ് വേർഡ് ബ്രിങ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ്? നമ്മൾ പറയാൻ പോകുന്ന ഈ വേർഡ് ലൈറ്റ് ആണോ ഡാർക്ക്നെസ് ആണോ കൊണ്ടുവരുന്നത്? വെളിച്ചമാകുന്നുണ്ടോ അതല്ലെങ്കിൽ ഇരുട്ടാണോ തരുന്നേ? ഇതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ, നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു കൺട്രോളിങ് വരും അല്ലെ? ഒരു പിടുത്തം ഉണ്ടാവും. ആ പിടുത്തം നമുക്ക് വേണം. നമ്മൾ പറയുന്നതിൽ ഒരു പിടുത്തം, നമുക്കൊരു കൺട്രോളിങ് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കൂടുതൽ ഫലം ചെയ്യും, കൂടുതൽ ഔട്ട്പുട്ട് അതിന് കിട്ടും. കാരണം നമുക്കറിയാലോ, എപ്പോഴും നമുക്ക് പറയാൻ കഴിയണം, ഐ റിമെമ്പർ വാട്ട് ഐ സെഡ്. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എനിക്കതിൽ നല്ല ബോധ്യമുണ്ട് അല്ലെ? നമ്മൾ ആരോട് എന്ത് പറയുന്നു, എനിക്ക് നല്ല ബോധമുണ്ട്. സോ അതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും പെയിൻ അനുഭവിക്കാനുള്ള ഒരു ഇടയുണ്ടാവരുത്, ഒരു അവസരം ഉണ്ടാവരുത്, നമ്മൾ ഉണ്ടാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, അതല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് വേണ്ടി ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ വളരുകയാണ്. നമ്മളത് അറിയുന്നുണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു രസകരമായ കാര്യം. നമ്മൾ പറഞ്ഞു, ശരി, കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ വളരുകയാണ്. നമ്മളൊരു വിക്ടറി റീച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ സോൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം റീച്ച് ചെയ്യുന്നുണ്ട്. സോ സ്പീക്ക് ടു ഹീൽ, സ്പീക്ക് ടു ഇൻസ്പയർ, സ്പീക്ക് വിത്ത് ലവ് അല്ലേ? അതായത് നമ്മൾ ഇൻസ്പയറിംഗ് ആയിട്ട് സംസാരിക്കും, ഇൻസ്പയർഡ് ആവും. അതിലൂടെ നമ്മൾ ഇൻസ്പയർ ആവുന്നുണ്ട്. മറ്റൊരാൾക്ക് ആവുമ്പോൾ നമ്മളും ഓൾറെഡി ഇൻസ്പയർ ആവുന്നുണ്ട്. സ്പീക്ക് വിത്ത് ലവ്, സ്നേഹത്തോടെ സംസാരിക്കുക. എനിക്കറിയാം എല്ലാ സമയങ്ങളിലും ഇറ്റ്സ് നോട്ട് പോസിബിൾ, ബട്ട് മെജോറിറ്റി ഓഫ് ടൈംസ് നമ്മളിത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല, നമ്മൾക്കൊക്കെ അറിയാം. പക്ഷേ അതിനോട് ആ രീതിയിൽ തന്നെ പ്രതികരിക്കണം. പക്ഷേ മെജോറിറ്റി ഓഫ് ടൈംസ് നമ്മളിത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ വെട്ടാൻ വരുന്ന പോത്ത് എന്ന് പറയുന്നത്, പോത്ത് വെട്ടാൻ വരുന്നത് എപ്പോഴാണെന്നറിയോ? അത് നമ്മുടെ തോട്ടിന്റെ ഒരു റിഫ്ലക്ഷനാണ് ശരിക്കും പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് വരില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് ഒരു കൺട്രോളിങ്ങിലാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഇത് വരില്ല. അപ്പോൾ ഈവൻ ട്രെയിനേഴ്സ്, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയുന്നു, എന്ത് കൊടുക്കുന്നു, അതാണ് നമ്മൾ. ശാലിനി എന്ത് പറയുന്നു, അതാണ് ശാലിനി. സജന എന്ത് പറയുന്നു, അതാണ് സജന അല്ലെ? അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെ ഉണ്ടോ, നിങ്ങൾ എന്താ പറയുന്നത്, അതാണ് നിങ്ങൾ. അപ്പോ കൺട്രോളിങ് വരുമ്പോ നമ്മുടെ ഓറയ്ക്ക് പവർ കൂടും.
കൺട്രോളിങ്, നമ്മൾ പറയുന്ന വാക്കുകളിൽ കൺട്രോളിങ്. ഈവൻ ഒരു ലോസ് ടോക്കിൽ നമ്മൾ ഇരുന്നാൽ പോലും നമ്മൾ പറയുന്നത് ക്വാളിറ്റി ജോക്സ് ആണെങ്കിൽ എപ്പോഴും സംസാരിക്കാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ് അല്ലേ? നമുക്കറിയാം. പൊതുവെ സൈലന്റ് ആയ, പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫോക്കസിങ് ആണത്. സോ നമ്മൾ എന്ത് ചെയ്യാം? എപ്പോഴും സ്പീക്ക് ടു ഹീൽ, സ്പീക്ക് ടു ഇൻസ്പയർ, സ്പീക്ക് വിത്ത് ലവ്, ലോട്ട് ഓഫ് ലവ്. നമ്മൾ എപ്പോഴും ഒരു കൺട്രോളിങ്ങിൽ സംസാരിക്കുക. നമ്മൾ എന്ത് പറയുന്നു, നമ്മുടെ വാക്ക് വെളിച്ചമാണോ ഇരുട്ടാണോ നല്ല ബോധത്തോടെ നമ്മൾ സംസാരിക്കുക. അതാവുമ്പോൾ നമ്മുടെ സോളിന് ഈ പറഞ്ഞ പോലെ നമ്മളോട് ഒരു ഇഷ്ടമുണ്ടാവും അല്ലെ? നമുക്ക് വളരാൻ വേണ്ട വഴികൾ തരാൻ അതിനൊരു ഇഷ്ടമുണ്ടാവും. അതുപോലെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാ പറയുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് സൊല്യൂഷൻ മോഡൽ പ്രവർത്തിച്ച് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രീക്വൻസി ലെവൽ അലൈൻമെന്റിൽ വന്ന് യൂണിവേഴ്സിന് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് തരാൻ അതിനൊരു വഴി തെളിയുക അവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരാൻ വേണ്ടി ഒരു വഴി തെളിയുകയാണ്. അപ്പൊ നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാൻ ഈസിയാണ്. ഇത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ബ്ലോക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അത് ക്യാരി ചെയ്യുന്ന ബേർഡൻ, നെഗറ്റീവ് വേർഡ്സ് ക്യാരി ചെയ്യുന്ന ബേർഡൻ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഒരു പോയിസൺ പോലെയാണ് അത് എഫക്ട് ചെയ്യുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആസ് എ പോയിസൺ പോലെ അത് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ കമാൻഡ് ചെയ്യും. നിങ്ങളുടെ ജേർണി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. നെഗറ്റീവ് വാക്ക് പറയുമ്പോൾ സംഭവിക്കുന്നത് അതാണ്, കമാൻഡ് ചെയ്യാണ്. നമുക്കറിയാലോ ആർമിയിലെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നില്ല കമാൻഡോ, അത് കമാൻഡ് ചെയ്യാണ് അവർ ചെയ്യുക. സോ ഈ ഒരു നെഗറ്റീവ് വേർഡ് നമ്മളെ കമാൻഡ് ചെയ്യും, സ്റ്റോപ്പ് ഇറ്റ്. നമ്മളിങ്ങനെ ഒരു വഴിക്ക് നമ്മുടെ ഗ്രോത്തിന്റെ ജേർണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ നെഗറ്റീവ് വേർഡാണ് പറയുന്നതെങ്കിൽ ചിന്തിക്കുന്നതെങ്കിൽ ഓൺ ടൈം എന്ത് പറയും? സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ജേർണി സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ സക്സസ് ടു റീച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ വിക്ടറി സ്റ്റോപ്പ് ചെയ്തോളൂ. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ റീച്ച് ചെയ്യേണ്ട ഒരു സക്സസ് പോയിന്റ് ഉണ്ട് അല്ലെ? നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ, നമ്മുടെ സിഗ്നേച്ചർ നമ്മുടെ വേൾഡിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ നമുക്ക് വേണ്ടത് പോയിസൺ അല്ലല്ലോ, നമുക്ക് വിഷമാണോ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് പ്രോഗ്രസിംഗ് ആ വേണ്ടത്, നമുക്ക് ഗ്രോത്ത് ആ വേണ്ടത് അല്ലെ? നമുക്ക് ഇൻസ്പിറേഷൻ ആണ് വേണ്ടത്, നമുക്ക് മോട്ടിവേഷൻ വേണം. ഇതെല്ലാം നമുക്ക് വേണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ടോക്ക്. ഈ വേർഡ്സ്, ഈ വൈബ്രേഷൻസ്, ഈ നോയ്സസ്, ഈ വോയിസസ്. സോ ഇതാണ് എനിക്ക് ഇപ്പൊ നിങ്ങളോട് ആസ് എ ട്രെയിനേഴ്സ് എന്നല്ല, നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ ഞാൻ എൻ്റെ ലൈഫിൽ മിക്കപ്പോഴും പാലിക്കുന്ന ഒരു കാര്യം കൂടി, അതും കൂടി ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറയുന്നതിൽ നമ്മൾ കൺട്രോൾഡ് ആണ്. ഇപ്പൊ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു നോളജ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ ഞാൻ വളരെ ബോധേഡാണ്. ഞാൻ എന്താ പറയുന്നത് നിങ്ങളോട്, നിങ്ങൾ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്, ഞാൻ നല്ല ബോധേഡാ. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോഴും ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളും അത് കീപ്പ് ചെയ്യാന്ന് അറിയുമ്പോൾ അതിനേക്കാൾ സന്തോഷമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്നല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും, ഈവൻ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മുടെ കൊളീഗ്സ്, മറ്റ് സ്ട്രേഞ്ചേഴ്സോ ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു കൺട്രോളിങ് ഉണ്ട്. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുപോയാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിലേക്ക് ഗ്രോത്ത് വരും, സക്സസ് വരും, അബണ്ടൻസ്, പ്രോസ്പെറിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. 6:04 ഞാൻ കുറെ സമയമായി സംസാരിക്കുന്നു. സജന മാം, ഏകദേശം നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ സ്പീക്ക് ടു ഹീൽ, സ്പീക്ക് ടു ലവ്, സ്പീക്ക് ടു ഇൻസ്പയർ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താണ് എനർജി, ആ ഒരു വൈബ്രേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. ലോകത്തിന്റെ പെയിൻ പോയിന്റ്സിന് നമ്മൾ കൊടുക്കുന്ന ഹീലിംഗ് ആയിരിക്കുക. വെറുതെ സംസാരിക്കുന്നതല്ല, നമ്മൾ ആ ചിന്തിച്ച് സംസാരിക്കുമ്പോൾ അതൊരു പ്രോപ്പർ ഹീലിംഗ് ആയിട്ട് മാറും അല്ലെ? ഒരു പെയിൻ പോയിന്റിൽ നമ്മൾ റിലീഫായിട്ട് മാറും, നമ്മൾ സുഖപ്പെടുത്തുകയാണ്. സോ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോസിറ്റീവ് ആകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളും
പോസിറ്റീവായിട്ട് മാറും. ചിലത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. സോ എന്ത് ചെയ്യാം, എല്ലാവരും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും ഏത് സിറ്റുവേഷനിലും കീപ്പ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും താങ്ക് യു സോ മച്ച്. ഒരു വലിയ ക്ലാസ് എന്നുള്ള രീതിയിലല്ല ഞാൻ മിക്കപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നതും ടോപ്പിക് സെലക്ട് ചെയ്യുന്നതും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്. കാരണം ഞാൻ ഒരുപാട് പിന്നെന്താ പറയാ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക് തേടി പോകാറില്ല. സിമ്പിളായ ടോപ്പിക്കിൽ ഞാൻ സംസാരിക്കാറാണ് പതിവ്. കാരണം അകലത്തുള്ളത് കാണുന്നതിനേക്കാൾ നമ്മൾ അടുത്തുള്ളത് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ അകലത്തേക്ക് പോകുന്നത്. സോ അത് ആദ്യം അറിയാന്നുള്ളതാണ്. അപ്പൊ സ്പീക്ക് ടു ഹീൽ നോട്ട് ടു ഹേർട്ട്. നമ്മൾ ഹേർട്ട് ചെയ്യാനല്ല സംസാരിക്കുന്നത്, നമുക്ക് ഹീൽ ചെയ്യാനാണ് സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. സമയം കുറെ ആയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഞാനുണ്ടല്ലോ ഈ ക്ലാസ് കേട്ടപ്പോ ഒരു കാര്യം ഓർക്കുമായിരുന്നു. ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മലയാളം ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ശകുന്തള ദേവി എന്നാണ് പേര്. കുറെ വർഷമായി, എന്നാലും ഞാൻ ഇപ്പൊ അത് ഓർത്തു. അതായത് മാം പറയുമായിരുന്നു, നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം വായിലെടുത്ത് അതായത് വാ അടച്ച് ക്ലോസ് ചെയ്ത് വെക്കുക, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് വെട്ടുപോത്തിനോട് നമ്മൾ അതേപോലെ നിൽക്കണമെന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാളും നല്ലൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നവരോട് നമ്മൾ അത് ക്വയറ്റ് ആവുക. നമ്മളിത് കേൾക്കുന്നുണ്ടെന്ന് ഭാവിക്കുക, പക്ഷേ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. സൂപ്പറാണ് കേട്ടോ. ഞാൻ കുറെ വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് എടുത്തതാണ്. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാൾ കൊണ്ട് ഞാൻ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ദേഷ്യപ്പെട്ട് വരുന്നവരോട് ഒരിക്കലും ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യൂല. പക്ഷെ ശ്രദ്ധിക്കും അതായിട്ട് ക്വയറ്റായിട്ട് നിൽക്കും. പിന്നെ അവര് തന്നെ തെറ്റ് തിരുത്തി നമ്മളോട് സോറി പറയും, കഷ്ടമായി പോയി കേട്ടോ, എനിക്ക് അപ്പൊ പെട്ടെന്ന് ദേഷ്യം വന്നു എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ സ്കൂളിലൊക്കെ നമ്മുടെ വൈസ് പ്രിൻസിപ്പളോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ദേഷ്യപ്പെടേണ്ട സാഹചര്യം വരാറില്ല. എന്നാൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാൽ പോലും നമുക്ക് അങ്ങനെ, ഞാൻ എല്ലാവർക്കും കൂടെ ആയിട്ടാ പറയുന്നത്, നമുക്കത് പ്രാക്ടീസ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. ആ എക്സ്പീരിയൻസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. അടിപൊളി. ഓക്കെ. ഓക്കെ. മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ടോപ്പിക് കേട്ടപ്പോഴ്, പിന്നെ ഇങ്ങനെ ക്ലാസ് കേട്ടപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഞാൻ മുമ്പ് ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നേ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. മലയാളി റൈറ്റർ എഴുതിയിട്ടുള്ളതാണ്, സജി എം നരിക്കുഴി എന്ന് പറഞ്ഞിട്ട്. മാമിന് അറിയോ? വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഓ, അടിപൊളി ബുക്കാണല്ലേ അത്. ഞാനപ്പോ അത് ഓർത്തു. മാം വായിച്ചിട്ടുണ്ടോ ആ ബുക്ക്? ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളൂ. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ലൈബ്രറിയിൽ നിന്നായിരുന്നു വായിച്ചത്. ഞാൻ ഒരു ഹാഫ് പേജ്. പക്ഷെ നല്ല ബുക്കാട്ടോ, അടിപൊളി ബുക്കാണ്. അതിൽ ഈ സംഭവം ഈ പറഞ്ഞ പോലെ ഞാൻ പറയണത്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മളിലും നമ്മുടെ ചുറ്റിലുള്ളവരിലും ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്നത് ഒരു രാസപ്രവർത്തനമാണ്. നമ്മുടെ നാഡീഞരമ്പുകളിലും അതുപോലെ ബ്രെയിനിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു ജൈവരാസപ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരു ബുക്കുണ്ട്. കുറെ റെഫർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ആ ബുക്ക് അദ്ദേഹം. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ആ ബുക്ക് വായിച്ചപ്പോ എനിക്ക് നല്ലൊരു ഇഷ്ടമായിട്ടാ. അല്ല, അടിപൊളി ബുക്കാണ്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് വായിക്കാലോ. എന്നിട്ട് പിന്നെ ആ ബുക്ക് എന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്റെ ബ്രദറിന് കൊടുത്തു അത് വായിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ കുറെ നാളായി, എന്നിട്ട് അവന്റെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല.
അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് തിരിച്ചു വാങ്ങി ഒന്നുകൂടെ വായിക്കണം നല്ല ഇതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് അത് ഇതുണ്ടാവുന്നുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യങ്ങൾ നമ്മൾ വാക്കുകൾ പറയും. നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ പറയുന്ന വാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അടിപൊളി ബുക്കായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് ബുക്സ് ഒന്നും എഴുതിയിട്ടില്ല. കോഴിക്കോടാണ് ജന്മസ്ഥലം. അപ്പൊ ഞാൻ എന്നിട്ട് ആ ബുക്ക് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടൊന്നുമില്ല ആള്. എന്തോ യൂട്യൂബ് ഇല്ല. ചാനലൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്നിട്ട് കൺഗ്രാറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബുക്കായിരുന്നു കേട്ടോ. പിന്നെ വേറെ കുട്ടികൾക്കായിട്ട് ടീനേജേഴ്സിനായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ബുക്ക്. ഇങ്ങനെ വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് ഒരു ബുക്ക് വാങ്ങിച്ചിരുന്നു മോന് വായിക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിരുന്നു കേട്ടോ. ആ ബുക്കിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് പറയണത്. നമ്മളുടെ പവർ ഓഫ് വേർഡ്സ്. അതെ 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 അതെ. ഓദർ ആരാണ് ആ ബുക്കിന്റെ? സജി മരിക്കുഴി എന്ന് പറയും. സജി എം മരിക്കുഴി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അതിൽ എഴുതിയിട്ടുള്ളത്. ഞാനത് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് പറ്റിയെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഇപ്പൊ എന്റെ കയ്യിലില്ല ആ ബുക്ക്. നല്ല ബുക്കാണ്. നന്നായിരിക്കും. ഗ്രൂപ്പിലിടുന്നത് എല്ലാവർക്കും വായിക്കാം. ഈ പറഞ്ഞ പോലെ ആളത്ര ഫേമസ് വലിയ ഫേമസ് റൈറ്റർ ഒന്നും അല്ല, പക്ഷെ എഴുതിയത് വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിന് അത്രയും പവർ ഉണ്ട്. വളരെ കുറച്ച് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഒരുപാട് നമ്മൾ എഴുതിയിട്ട് ഒരുപാട് പറയുന്നതിലും കാര്യമില്ല. പറയുന്നത് വൃത്തിക്ക് പറയാ, പറയുന്നതിനെ കുറിച്ച് ബോധം ഉണ്ടാവുക. അതുപോലെ തന്നെ എഴുത്താണെങ്കിലും ഒരുപാട് എഴുതുന്നതിൽ കാര്യമില്ല. എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ പോലും അതിന് പവർ ഉണ്ടാവും, അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാവും. സോ ആള് അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ. വായിക്കുന്നത് നല്ലതാ. ഇനി ആർക്കെങ്കിലും പറയാനെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എക്സ്ക്യൂസ് മീ മാം, ഞാനൊരു ജസ്റ്റ് ഒരു സൊല്യൂഷനോ ഒരു ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സോഫ്റ്റ് ആയിരിക്കും, നമ്മൾ നല്ല വാക്കുകൾ പറയായിരിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന പേഴ്സൺ വന്നിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്യാണ്, നമ്മളെ കൊണ്ട്. സോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് നമ്മളുടെ ഒരു ടെമ്പർ ലൂസ് ആയിട്ട് നമ്മളും ആ രീതിയിലായി മാറാണ്. സോ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് മാം? അത് അഗൈൻ എവറിത്തിങ് ഐ ആസ്ക് ഫ്രം 2-3 ആംഗിൾസ്. ഒന്ന് ഫാമിലി, ഒന്ന് നമ്മുടെ സൊസൈറ്റി, ഒന്ന് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, കൊലീഗ്സ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഫീൽ ചെയ്യുന്നത് സംടൈംസ് ഇറ്റ് ഇസ് ഹാപ്പൻ ടു മീ ഓൾസോ. നമ്മൾ അവര് ഡോമിനേറ്റ് ചെയ്യാണ്, ബിക്കോസ് നമ്മൾ സബ്മിസീവ് ആണ്, നമ്മൾ നല്ല വാക്കുകൾ പറയാണ്. അപ്പൊ അപ്പുറത്തുള്ള ആള് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ബിക്കോസ് ഓഫ് ദീസ് സോഫ്റ്റ് വേർഡ്സ് ഓഫ് അവേഴ്സ്. സോ ഹൗ ടു ഹാൻഡിൽ സച്ച് എ സിറ്റുവേഷൻ? നമ്മൾ പ്രൊവോക്ക് ആവാതിരുന്നാലും എവിടെയോ നമ്മുടെ ഫീലിംഗ്, മനസ്സിന്റെ ഉള്ളിലോ ഒരു സാഡ് ഫീലിംഗ്, അല്ലെങ്കിൽ ദ അതർ പേഴ്സൺ ഡോമിനേറ്റ് ചെയ്തു എന്നുള്ള ഫീലിംഗ് ലേറ്റർ ഓൺ നമുക്ക് എഫക്ട് ആയിക്കൊണ്ടേയിരിക്കും. സോ ഹൗ ടു ഹാൻഡിൽ സച്ച് എ സിറ്റുവേഷൻ? ഇത് നല്ലൊരു ചോദ്യം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉപമ പറഞ്ഞില്ലേ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല. അത് ഒരു വലിയ പോയിന്റ് ആണ്. അപ്പൊ അതിന് ശേഷം ഞാൻ പറഞ്ഞു, നമ്മള് ഈ പറഞ്ഞ വെട്ടാൻ വരുന്ന പോത്ത് എന്നുള്ളത് അതൊരു ഉപമയാണ്. സോറി മാം, ബിക്കോസ് ഈ കട്ടി മലയാളം എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടായിരിക്കും മിസ്സായി പോയിട്ടുണ്ടാവും. ഐ എം സോറി ഫോർ ദാറ്റ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ അതൊരു പഴഞ്ചൊല്ല. പക്ഷേ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, അതായത് നമ്മള് പ്രൊവോക്ക് ചെയ്യുന്ന ആളുകളോട് നമ്മളെ എത്ര പോസിറ്റീവ് ആയിരുന്നാലും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് ഈവൻ സൊസൈറ്റി, ഫ്രണ്ട് സർക്കിൾ, കൊളീഗ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, ആരുമായിക്കോട്ടെ. ഇങ്ങനെ വരുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മളിപ്പോ ഇത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചാലും ഈ പറഞ്ഞ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആളുകൾ എപ്പോഴും ഈ വേൾഡിൽ അവിടെ ആയിട്ടുണ്ട്. ഇവരെന്ത് പറഞ്ഞാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവർ ചേഞ്ച് ചെയ്യാൻ സ്വയം തീരുമാനിക്കുകയില്ല. അതൊരു കാര്യം. പിന്നെ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്നറിയാം. ആദ്യമൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും ഇത് ഡീൽ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഹാൻഡിൽ വിത്ത് കെയർ, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണിത്.
നമ്മൾ ആദ്യം പോസിബിൾ ആയിരിക്കില്ല, പക്ഷെ പ്രാക്ടീസ് കൊണ്ട് ഇത് പോസിബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. ആദ്യമൊക്കെ നമ്മൾ അവരെടുത്തും ഈവൻ അവരെ നമ്മളെ പ്രൊവോക്ക് ചെയ്ത് നമ്മൾ തിരിച്ചും അതേ ടെമ്പറിൽ തിരിച്ചു റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം, ഇപ്പോൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതായത് സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അപാര പവറുള്ള ഒരു സംഭവമാണത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു, ആദ്യം ഒരിക്കലും നമുക്ക് സാധിക്കില്ല. പിന്നെ നേരത്തെ മാം പറഞ്ഞതുപോലെ നമ്മൾ വായിൽ വെള്ളം വെച്ച് മിണ്ടാണ്ട് അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാലും അത് നമ്മൾ മനഃപൂർവ്വം, അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ അങ്ങനെ ചെയ്ത് അത് പരിശീലിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മെഡിസിൻ ആണത് ഈ പറയുന്ന കാര്യങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ സൈലൻസ് പരിശീലിച്ചാൽ, സൈലൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ പരിശീലിക്കുക. ഒരിക്കലും അത് ആദ്യം പോസിബിൾ അല്ല. എഴുതി ഒപ്പിട്ട് തരാം, നമുക്ക് ഒരിക്കലും നടക്കില്ല. നമ്മൾ ഇങ്ങോട്ട് കയറി ടെമ്പർ തെറ്റിക്കുന്ന ആളുകളുടെ അടുത്ത് ഈ പറയുന്ന സൈലൻസ് ഒന്നും ഒരിക്കലും വിലപ്പോവാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ പരിശീലനം കൊണ്ട്, നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അത് നേടാൻ കഴിയും. ഈ പറയുന്ന നമ്മളെ കൊല്ലാൻ വരുന്ന ആളുടെ മുന്നിൽ പോലും ആ പവറിൽ നിൽക്കാൻ നമുക്ക് കഴിയും. അതാണ് സൈലൻസിന്റെ പവർ, അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആദ്യമൊക്കെ നമ്മൾ അതേ ടെമ്പറിൽ തിരിച്ച് സംസാരിച്ചു പോകും. പക്ഷെ പതിയെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു കൊണ്ടുവരണം. എന്തിന്റെ? റിയാക്ഷൻസിന്റെ, റെസ്പോൺസിന്റെ. നമ്മൾ ഏത് ടെമ്പറിലാണ്, അതായത് ഇങ്ങോട്ട് വരുന്നത് ഏത് ടെമ്പറിലാണോ സെയിം ടെമ്പറിലാണ് തിരിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം അതേ ടെമ്പറിൽ നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ പതിയെ അതിന്റെ അളവ് കുറച്ച് 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 കൊണ്ടുവരിക. കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് തീരെ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റും. ആളെന്ത് പറയുമെന്നോ പറഞ്ഞിട്ട് പോട്ടെ, അല്ലെ? നമ്മൾക്ക് ഇത്രയുള്ളൂ, പോട്ടെ പുല്ല്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകള് നമ്മൾ ഇത്ര പോസിറ്റീവ് പറഞ്ഞപ്പോ നമ്മൾ ഈ സംസാരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളായതുകൊണ്ടാണ്. പക്ഷെ ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവര് ജീവിതത്തിൽ എവിടെ എത്താൻ പോകുന്നില്ല, ആരെ എത്തിക്കുകയില്ല. അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ആളുകളില്ല അങ്ങനെ. നമ്മുടെ ഫാമിലിയിലുള്ളേ, നമ്മുടെ കൊളീഗ്സിലില്ലേ, നമ്മുടെ ഫ്രണ്ട്സിലില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ ഒരു എല്ലാ കാറ്റഗറിയും ഇത് പരിശീലിക്കണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള, അത്രയും ഈ പറഞ്ഞ പോലെ മൈൻഡ് പവർ ഉള്ള ആളുകൾക്ക് ഇത് സാധിക്കും. ഇത് പോസിബിൾ ആണ്. നമ്മളെപ്പോലുള്ളവർക്ക് അല്ലെ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ പ്രാക്ടീസ് ചെയ്തു വന്നാൽ ഇത് സാധിക്കും. നിങ്ങൾക്ക് എവിടെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഇത് സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേജിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് അതിലെത്താൻ സാധിക്കും. ആദ്യം നമ്മൾ പറഞ്ഞോളൂ, എന്നിട്ട് അതിന്റെ അളവ് കുറയ്ക്കുക. വാക്കുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം നമ്മൾ ഒന്നും പറയാതെയാവും. നമ്മൾ കളയുന്നത് നമ്മുടെ എനർജിയാ, നമ്മുടെ സമയമാ, അല്ലേ? നമ്മൾ വേറൊരു പെയിൻ പോയിന്റിൽ കൊടുക്കേണ്ട റിലീഫാണ് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുന്നത്. അത് വേണോ? നമ്മുടെ സമയം, നമ്മുടെ എനർജി, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്, റൈറ്റ്? അല്ലേ? നമ്മുടെ സമയം, നമ്മുടെ എനർജി ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അത് അത്രയേറെ വാല്യൂ ഉള്ളതാണ്. അത് നമ്മളല്ലേ തിരിച്ചറിയേണ്ടത്, അവരാണോ? അവര് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? സോ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടതല്ല കേട്ടോ, നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ എനർജി, നമ്മുടെ സ്നേഹം, നമ്മുടെ സമയം, ഇതെല്ലാം ഈ എക്സ്പെൻസീവ് തിങ്സ് നമ്മൾ എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വളരെ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് ഡിസർവിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം പോവുക. സ്നേഹമുണ്ടോ, പ്രണയമുണ്ടോ, വാത്സല്യമുണ്ടോ, ഡിസർവിങ്ങിലേക്ക് പോട്ടെ. സമയം ഡിസർവിങ്ങിലേക്ക് പോട്ടെ. നമ്മുടെ എനർജി ഡിസർവിങ്ങിലേക്ക് പോട്ടെ, അല്ലേ? ഇത് ഈ പറഞ്ഞതുപോലെ തെറ്റിക്കാൻ വന്ന ഒരാളെടുത്താണോ നമ്മളിത് കളയേണ്ടത്? അല്ലേ? അത് എക്സ്പെൻസീവ് ആണ്. ഈ ലോകത്തിൽ എവിടെ നിന്നും ഒരാൾക്കും നമ്മുടെ സ്നേഹമോ സമയമോ എനർജിയോ കിട്ടാൻ പോകുന്നില്ല. ഇത് നമ്മൾക്ക് മാത്രം സ്വന്തമാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തർക്കും അത് സ്വന്തമാണ്. സോ നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആവുന്നത് അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോരെ മാം? ശരിയല്ലേ?
Okay, That ma'am. Thanks a lot. ഈ ടെമ്പറിൽ പറഞ്ഞോളൂ. ആദ്യം നമുക്ക് ടെമ്പർ ഈ പറഞ്ഞ പോലെ ഇത്രയും പറയുന്ന ഞാൻ വരെ ടെമ്പർ തെറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം. എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ട്, പക്ഷെ ഇതൊക്കെ ശീലിച്ചെടുക്കുന്നതാ. നമ്മള് Yeah. ഫോഴ്സ്ഫുള്ളി ശീലിച്ചെടുക്കുക. സൈലൻസ് ആദ്യം വരില്ല. നമ്മൾ അതാണ് നമ്മളെ പ്രാക്ടീസിലൂടെ നമുക്ക് വരും. ഡെയിലി പ്രാക്ടീസ്. ആദ്യം നമ്മൾ നല്ലോണം പറയും. വാക്കുകളുടെ എണ്ണം കുറച്ച് 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 ഏറ്റവും അവസാനം ഒരു ദിവസം എന്ത് ചെയ്യും? നമ്മൾ ഒന്നും പറയാണ്ടാവും. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ സൈലന്റ് ആയി പോകും. പിന്നെ ഇവിടെ കളയാനുള്ളതാണോ എന്റെ വാക്ക്, എന്റെ എനർജി, എന്റെ വൈബ്രേഷൻ, എന്റെ സമയം? പറയാമെന്നാ പറഞ്ഞിട്ട് പോട്ടെ. നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഒന്നും സംഭവിക്കില്ല അല്ലെ? നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. Okay, ഇതൊക്കെ ma'am. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ നടക്കും. Okay, Okay. thanks a lot. Thanks a lot, ma'am. It's okay, ma'am. ഹലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ മാം ചോദിച്ച ക്വസ്റ്റ്യനോട്. ഇപ്പം നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, ആള് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യാണ്, പക്ഷെ നമുക്ക് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് പറയാനുള്ള അവസരം കിട്ടുന്നില്ല. അതാണ് മാം പറഞ്ഞ ഒരു ഒരു ഇതെന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ മാം? ഈ പൊളിറ്റീഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ്, നിങ്ങൾ ഈ ചാനൽ ചർച്ച കാണുന്ന ആളുകളുണ്ടാവില്ല ഇതിൽ, അവരുപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ കൺഫ്യൂസ് ദം ഇഫ് യു കനോട്ട് കൺവിൻസ് ദം എന്നാണ് പറയാം. അതായത് നിങ്ങൾക്ക് ഒരാളൊരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ആളെ കൺഫ്യൂസ് ചെയ്യുക. അപ്പോൾ അയാളുടെ പോയിന്റ്സ് എല്ലാം അയാൾ മറന്നു പോകും. അപ്പം നമ്മളോട് ഒരാൾ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ടെക്നിക്സ് ആണ്. ഒന്ന്, ആളിങ്ങനെ റേസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ആൾ സംസാരം അങ്ങ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് അങ്ങ് നിൽക്കുക. നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. കുറച്ച് സമയം മിണ്ടാണ്ട് നിൽക്കുമ്പോൾ അയാൾ വിചാരിക്കും ഞാനിപ്പോൾ അയാൾക്ക് എന്തോ പറയാൻ വന്നിട്ടുണ്ടാവും, അതങ്ങ് മറന്നു പോകും. അയാൾ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോകും. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുന്നതിന് പകരം അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളൊരിക്കലും ആർഗ്യൂ ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ വോയിസ് ഭയങ്കര ഹൈ ആയിരിക്കും. നമ്മൾ 10 ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ അയാൾ 25 പറയും, അല്ലെങ്കിൽ അയാൾ 30 പറയും. അപ്പോൾ ആളെ കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ ടെക്നിക്ക് മാം ഇപ്പം നേരത്തെ പറഞ്ഞത്, നമുക്കിവിടെ നിർത്താം, ഇത് സംസാരിക്കാൻ പറ്റിയ ടൈമല്ല, ലെറ്റ് us സ്റ്റോപ്പ് ദിസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അങ്ങ് പോവുക. ഈ ചാനൽ ചർച്ചയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പൊളിറ്റീഷ്യൻസും വരുന്നവരെല്ലാം ഈ പറഞ്ഞ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. അവരൊരിക്കലും അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയില്ല. അവർ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് കൊണ്ട് ചോദ്യം ചോദിച്ച ആളെ കൺഫ്യൂസ് ചെയ്യിക്കും. അവസാനം കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല, ചോദ്യം ചോദിച്ച ആൾക്കും മനസ്സിലാവില്ല എന്താണ് ഞാൻ ചോദിച്ചതിനാണോ ആൻസർ കിട്ടിയത്, അതോ ആൾ പറഞ്ഞ ആൻസർ കറക്റ്റാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. നല്ല സെഷനായിരുന്നു മാം. താങ്ക് യു. Rao sir, thank you very much. I always admire Rao sir and so many over there in this group. Anyway, thank you for all your informations. I'll try to implement, because എപ്പോഴും നമ്മൾ ചില ഒരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിരിക്കും. സോ അത് വരുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ല. താങ്ക് യു ഓൾ. കൺട്രോൾ കിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ ആയിരിക്കും നമ്മുടെ പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. ചേടാ അത് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആള് പോയി കഴിഞ്ഞതിന് ശേഷം. താങ്ക് യു സർ. പോയിന്റ് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഏതാ പറഞ്ഞ ഫസ്റ്റ് 2 പോയിന്റേ നമ്മളാരും പറഞ്ഞു കേൾക്കാത്ത പോയിന്റ്. സംഭവം ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെയാണ് നടക്കണതല്ലേ? അതെ, അവര് കൺഫ്യൂസ് ചെയ്യുക ചെയ്യുക. ചാനൽ ചർച്ച മാത്രമല്ല, പൊളിറ്റീഷ്യൻസ് ഒക്കെ പൊതുവിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ അടുത്ത് വാലിഡ് പോയിന്റ്സ് ഉണ്ടാവില്ല കൺവിൻസ് ചെയ്യാനായിട്ട്. അപ്പൊ കൺഫ്യൂസ് ചെയ്യിക്കുക. കൺഫ്യൂഷൻ വരുമ്പോ നമുക്ക് നമ്മുടെ പോയിന്റ്സ്, നമ്മുടെ അറിവിൽ തന്നെ സംശയം വരും. മുമ്പ് അർച്ചന മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് അപ്പൊ തന്നെ മാറിപ്പോകും. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അതെ, മാറിപ്പോവാം. പക്ഷെ മാറിപ്പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കുറ്റബോധം തോന്നും. നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റിയില്ലല്ലോ, മറ്റേ ആള് ജയിച്ചു, ആർഗ്യുമെന്റിൽ മറ്റേ ആള് ജയിച്ചു. അല്ല, നമ്മൾ തൊട്ടടുത്ത ഇപ്പൊ അറിയുന്ന റിലേഷനൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ, പാരന്റ്സ്, അറിയുന്ന ഫ്രണ്ട്സ്, അവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് മാറിപ്പോകുന്നതാണ്. കാരണം നമുക്ക് പിന്നീട് അവരോട് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ പുറത്തൊരാളോട്, ഇപ്പം നമ്മൾ റോഡിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, നമ്മളല്ല ഉത്തരവാദി, പക്ഷെ വേറൊരാൾ വന്നിട്ട് നമ്മുടെ തലയിലിട്ട് ചുറ്റുള്ളവരെല്ലാം അവസാനം വിശ്വസിക്കുന്നത് നമ്മളാണ് അത് ചെയ്തതെന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല. കാരണം
നമ്മളല്ല സത്യത്തിൽ അതിന് ഉത്തരവാദി, പക്ഷേ ഫൈനലി ഇറ്റ് ഈസ് ഓൺ അസ് അല്ലേ? ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പറഞ്ഞ പോലെ എളുപ്പമല്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ മെൻറ്റാലിറ്റി ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ നമ്മളും റേസ് ആവും. എന്നാലും ശ്രമിച്ചാൽ നടക്കും. അതെ അതെ, ശ്രമിച്ചാൽ നടക്കും. പോയിന്റ്സ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ഒരുപാട് കിട്ടിയില്ല. സാർ പറഞ്ഞു, മാം പറഞ്ഞു, ഒരുപാട് പോയിന്റ്സ് കിട്ടി. ഇതൊക്കെ പ്രാക്ടീസിലൂടെയാ വരിക. ഇതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യമല്ലല്ലോ. പ്രാക്ടീസിലൂടെ ഇതെല്ലാം നടക്കും. നമ്മുടെ പ്രസൻസ് ഒഴിവാക്കുക, അതല്ലെങ്കിൽ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, അതൊക്കെ പറഞ്ഞ പോലെ അതിൽ പിന്നെ സൈലൻസ് കീപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്. മാക്സിമം പ്രാക്ടീസിലൂടെ എല്ലാം നടക്കും. പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മളെ തന്നെ നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന കാര്യം നമ്മൾ പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. എന്താണോ സിറ്റുവേഷൻ അത് റിയലൈസ് ചെയ്ത് അവിടെ നിന്നിട്ട് എന്താണോ സൊല്യൂഷൻ വേണ്ടത് അതപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് ഉണ്ടായാൽ മതി. ഇതൊക്കെ ഈസിയാണ്, എല്ലാം പോസിബിൾ ആണ് അല്ലെ? എല്ലാം പോസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു മാഡം. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് പോലെ എനിക്ക് തോന്നി. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ മാം? എല്ലാവരും ഫീഡ്ബാക്ക് Wind up. ഗ്രൂപ്പിൽ അറിയിച്ചു. താങ്ക് യു. Thank you. Bye all.